വന്ദേമാതരത്തിലെ വിവാദ ഭാഗങ്ങൾ നിർബന്ധമാക്കിയതിനെതിരെ മുസ്ലിം സംഘടനകൾ. മതസ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റമെന്ന വിമർശനം ബംഗാൾ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള രാഷ്ട്രീയ നീക്കമെന്ന് സമസ്ത മുഖപത്രം. വർഗീയ ചേരിതിരിവിന് നീക്കമെന്ന് എം.വി. ഗോവിന്ദൻ. പ്രതികരിക്കാതെ വി.ഡി. സതീശൻ. ആഗോള അയ്യപ്പ സംഗമത്തിലെ ചിലവ് കണക്ക് തള്ളി മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി.എസ്. പ്രശാന്ത്. ദേവസ്വം കമ്മീഷണർ സമർപ്പിച്ച കണക്ക് തെറ്റ്. സ്പോൺസർഷിപ്പ് തുക 4 കോടി, ചെലവ് 3 കോടി മാത്രം. ക്രമക്കേടിൽ ഹൈക്കോടതി ഇടപെടണമെന്ന് പ്രതിപക്ഷ നേതാവ്. കണക്കുകൾ ശരിയാവാത്തതിന് പാർട്ടിക്ക് ഉത്തരവാദിത്തമില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പങ്കജ് ഭണ്ഡാരിക്ക് തിരിച്ചടി. അറസ്റ്റ് നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്ന ഹർജി തള്ളി. ഹൈക്കോടതി. സന്നിധാനത്ത് സ്വർണ്ണപ്പാളി പരിശോധന തുടരുന്നു. സാമ്പിളുകൾ ശേഖരിച്ച് SIT. സന്നിധാനത്തെ നടപടി 3 ദിവസം. PT കുഞ്ഞു മുഹമ്മദിനെതിരെ തുറന്ന പറച്ചിലുമായി പരാതിക്കാരി. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടും നടപടി വൈകിയെന്ന് ഡോക്ടർ ആശ ആച്ചി ജോസഫ്. സഹതാപമല്ല, സമൂഹത്തിന്റെ ഐക്യദാർഢ്യമാണ് വേണ്ടത്. കേരളത്തിലാണ് ജീവിക്കുന്നതെന്നോർത്ത് അപമാനമെന്ന് പ്രതിപക്ഷ നേതാവ്. പോക്സോ കേസിൽ മോട്ടിവേഷൻ സ്പീക്കർ പിടിയിലായത് മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ ഫിലിപ്പ് മമ്പാട്. അറസ്റ്റ് 16-കാരിയെ പീഡിപ്പിച്ച കേസിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉടനുണ്ടാകും. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 21-ന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉടൻ കേരളത്തിലെത്തും. വോട്ടർ പട്ടികയിൽ ഇനിയും പേര് ചേർക്കാൻ അവസരം. വീണ്ടും ജോസ് കെ മാണിയെ തിരുത്തി റോഷി അഗസ്റ്റിൻ. ജോസ് കെ മാണി പാലയിൽ തന്നെ മത്സരിക്കും. കേരള കോൺഗ്രസ് നാഥനില്ലാത്ത പാർട്ടിയല്ലെന്ന് പ്രതികരണം. സിറ്റിംഗ് MLA-മാർ പോലും മത്സരിക്കുന്നതിന് തീരുമാനമായിട്ടില്ലെന്ന് ജോസ് കെ മാണിയുടെ തിരുത്ത്. വന്യമൃഗശല്യത്തിൽ പൊറുതിമുട്ടി പുനലൂർ. കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ തോട്ടം തൊഴിലാളിക്ക് ദാരുണാന്ത്യം. മരിച്ചത് AVT എസ്റ്റേറ്റിലെ തൊഴിലാളി രഘുനാഥൻ നായർ. കുറുനരിയുടെ ആക്രമണത്തിൽ ദമ്പതികൾക്ക് പരിക്ക്. ആക്രമണം വീട്ടുമുറ്റത്ത് നിൽക്കവേ. സൈനിക ശക്തി വർദ്ധിപ്പിക്കാൻ സുപ്രധാന നീക്കവുമായി രാജ്യം. 114 റഫാൽ യുദ്ധവിമാനങ്ങൾ കൂടി വാങ്ങുന്നു. ഫ്രാൻസുമായി ഉടൻ കരാർ ഒപ്പിടും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോൺ ഇന്ത്യയിലെത്തും. T20 ലോകകപ്പിൽ അട്ടിമറിയുമായി സിംബാബ്വെ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തിയത് 23 റൺസിന്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.